ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. കെനിയയിൽ ഉണ്ടായ ബസ് അപകടത്തിൽ 5 മലയാളികൾ ഉൾപ്പെടെ 6 പേർക്ക് ദാരുണാന്ത്യം, നിരവധി പേർക്ക് പരിക്കേറ്റു. വടക്ക് കിഴക്കൻ കെനിയയിലെ നാൻഡറുവ പ്രവിശ്യയിലായിരുന്നു അപകടം. പരിക്കേറ്റവരെ വിദഗ്ധ ചികിത്സയ്ക്കായി നെയ്റോബിയിലേക്ക് എയർലിഫ്റ്റ് ചെയ്തു. ഖത്തറിൽ നിന്ന് കെനിയയിലേക്ക് വിനോദയാത്രയ്ക്ക് പോയ സംഘം സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. കനത്ത മഴയിൽ നിയന്ത്രണം വിട്ട ബസ് 100 മീറ്റർ താഴ്ചയുള്ള കൊക്കയിലേക്ക് മറിയുകയായിരുന്നു. തൃശൂർ വെങ്കിടങ്ങ് സ്വദേശിനി ജസ്ന കുട്ടിക്കാട്ടുചാലിൽ 1.5 മാസം പ്രായമായ മകൾ റൂഫി മെഹറിൻ, ഖത്തറിൽ സ്ഥിരതാമസമായ കൊച്ചി സ്വദേശിനി ഗീത ഷോജി ഐസക്, പാലക്കാട് കോങ്ങാട് സ്വദേശി റിയ ആൻ, മകൾ 8 വയസ്സുള്ള ടൈറ എന്നിവരാണ് മരിച്ച മലയാളികൾ. സാരമായി പരിക്കേറ്റ ഷോജി ഐസക്കിനെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി. ഗുരുതരമായി പരിക്കേറ്റ 10 പേരെ വിദഗ്ധ ചികിത്സയ്ക്കായി നെയ്റോബിയിലേക്ക് എയർലിഫ്റ്റ് ചെയ്യാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. പരിക്കേറ്റ മറ്റുള്ളവരെ റോഡ് മാർഗം എത്തിക്കും. 14 മലയാളികളാണ് സംഘത്തിലുണ്ടായിരുന്നത്. ന്യൂസ് ഡെസ്ക് 24. കെനിയയിലുണ്ടായ വാഹനാപകടത്തിൽ ഉറ്റവർ നഷ്ടപ്പെട്ടതിന്റെ ഞെട്ടലിലാണ് മരിച്ച മലയാളികളുടെ കുടുംബാംഗങ്ങൾ. കൊച്ചിയിലെ ഗീതയും പാലക്കാട് മണ്ണൂരിലെ റിയയും മകൾ ടൈറയും ഇനി തിരിച്ചു വരില്ല എന്ന് വിശ്വസിക്കാൻ ബന്ധുക്കൾക്ക് ആവുന്നില്ല. വർഷങ്ങളായി ഖത്തറിലെ താമസക്കാരാണ് ഗീതയും കുടുംബവും. നാട്ടുകാർക്ക് ഏറെ പ്രിയപ്പെട്ടവർ. ആഴ്ചകൾക്ക് മുൻപാണ് ഗീത കൊച്ചിയിലെ മക്കളുടെ വീട്ടിലെത്തുന്നത്. കൊച്ചുമകനോട് യാത്ര പറഞ്ഞ് കെനിയയിലേക്ക് കഴിഞ്ഞ ദിവസമാണ് ഗീതയും ഭർത്താവും മകനും വിനോദയാത്ര പോയത്. ആക്ച്വലി മമ്മി അവർ പറയുന്ന ഡെഡ് ഓൺ ദ സ്പോട്ട് ആയിരുന്നു. ടോട്ടലി അൺഎക്സ്പെക്റ്റഡ് ആണ്. ഇപ്പോൾ പപ്പയും എൻ്റെ അനിയനും അവിടെ ഹോസ്പിറ്റലുണ്ട്. അവരാണെങ്കിൽ 2 പേർക്കും ഫ്രാക്ചേഴ്സ് ഉണ്ട്. നമ്മളെല്ലാം ആക്ച്വലി ഖത്തർ ബേസ്ഡ്. അപ്പം നമ്മൾ പുറത്താണ് വളർന്ന്. പപ്പയും മമ്മിയും ഇപ്പോഴും ഖത്തറിലാണ് ജോലി. എൻ്റെ അനിയനും ജോലി അവിടെ തന്നെയാണ്. അവർ ഈ ട്രിപ്പ് ഖത്തറിൽ നിന്ന് തന്നെയാണ് പോയത്, ഒരു ഗ്രൂപ്പ് ടൂറായിട്ട്. അപകടത്തിൽ ഭർത്താവിനും മകനും പരിക്കുപറ്റിയിട്ടുണ്ട്. നമുക്ക് ആദ്യം കിട്ടിയ ഒരു ഇൻഫർമേഷൻ ആണെങ്കിൽ ലേബിൾ മാത്രം സ്റ്റേബിൾ, പപ്പ മമ്മനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല എന്നാണ്. അപ്പോൾ ആ ഏരിയ പേരും കൊണ്ട് നമ്മൾ ഗൂഗിളിൽ മൊത്തം സെർച്ച് ചെയ്തായിരുന്നു, ഹോസ്പിറ്റൽസ് അറൗണ്ട് ഏരിയ. പിന്നെ നൈറ്റ് മൊത്തം എല്ലാ ഹോസ്പിറ്റലിലും വിളിച്ച് ഇതുപോലെ ഷോജി ഐസക് ഈ ഏജും ഗീത ഐസക് ഈ ഏജും ഉണ്ടോന്ന് ചോദിച്ചായിരുന്നു. റിയയും മകൾ ടൈറയും മരിച്ചതിന്റെ വിറങ്ങലിലാണ് പാലക്കാട് മണ്ണൂരുകാർ. 6 വർഷം മുൻപാണ് റിയ ഭർത്താവും കോയമ്പത്തൂർ സ്വദേശിയുമായ ജോയലിനൊപ്പം ഖത്തറിലേക്ക് പോയത്. അപകടത്തിൽ ജോയലിനും മകൻ ഡ്രാവിസിനും പരിക്കേറ്റിട്ടുണ്ട്. ഏതാണ്ട് ഒരു 3 ദിവസത്തിനകം തന്നെ ഇങ്ങോട്ട് മൃതദേഹം എത്തിക്കാനുള്ള സംവിധാനം നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. മരിച്ച റിയയുടെ ഭർത്താവും ഒരു കുട്ടിയും ഹോസ്പിറ്റലൈസേഷനാണ്. പക്ഷേ അപകടനില തരണം ചെയ്തു എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് റിയയുടെ സഹോദരൻ അങ്ങോട്ട് തിരിച്ചിട്ടുണ്ട്. വളരെ വിഷമകരം ദാരുണമായ സംഭവമാണ് നടന്നത്. ഇന്നലെ വൈകുന്നേരം 6 മണിയോടുകൂടിയാണ് ഇവിടെ നാട്ടിൽ അല്ലെങ്കിൽ വീട്ടുകാരും അറിയുന്നത്. ഇന്ന് കാലത്ത് 11 മണിയോടുകൂടിയാണ് റിയയും അതുപോലെ തന്നെ ടൈറയും മരണമടഞ്ഞു എന്നുള്ള വിവരം നമ്മൾക്ക് ഇവിടെ കിട്ടുന്നത്. ഗീതയുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. 24 കൊച്ചി. ഇന്നത്തെ മറ്റു ചില പ്രധാന റിപ്പോർട്ടുകളിലേക്ക് വാർത്താമഴ കടക്കുകയാണ്. പോരാട്ടച്ചൂടിൽ നിലമ്പൂർ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDFന് പിന്തുണ പ്രഖ്യാപിച്ച വെൽഫെയർ പാർട്ടി തീരുമാനത്തെ ചൊല്ലി വാക്പോര്. വർഗീയ ശക്തികളുടെ കേന്ദ്രീകൃത രൂപമായി UDF മാറിയെന്ന് CPIM ആരോപിച്ചു. എന്നാൽ LDFനുള്ള PDP പിന്തുണയെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ന്യായീകരിച്ചു. ജമാഅത്തെ ഇസ്ലാമി നേതാക്കളുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തിയിട്ടുണ്ട് എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ മറുപടി. ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടി തിരഞ്ഞെടുപ്പിൽ UDFനെ പിന്തുണയ്ക്കുമെന്ന് പ്രഖ്യാപിച്ചത് ഇന്നലെയാണ്. തൊട്ടു പിന്നാലെ വിവാദം. വെൽഫെയർ പാർട്ടി നിലപാട് CPIM പ്രചാരണായുധമാക്കുകയാണ്. ഈ കൂട്ടുകെട്ടിന്റെ പ്രത്യാഘാതം നിലമ്പൂരിൽ ഉണ്ടാകുമെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വർഗീയതക്കെതിരായിട്ട് ഒരു അക്ഷരം മുണ്ടാൻ അവർക്ക് അവകാശമില്ലാത്ത രീതിയിൽ വർഗീയ ശക്തിയുടെ കൂട്ടുകെട്ടായിട്ട് UDF മാറിയിരിക്കുകയാണ്. അതിന് തീർച്ചയായിട്ടും ഈ നിയോജകമണ്ഡലം ഉൾപ്പെടെ കേരളത്തിലുടനീളം അതിൻ്റെ ഒരു പ്രത്യാഘാതം അവരനുഭവിക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്നാൽ LDFനുള്ള PDP പിന്തുണയെ MV ഗോവിന്ദൻ ന്യായീകരിച്ചു. പീഡിപ്പിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമല്ലേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും നിലപാട് ആദ്യം പരിശോധിക്കണമെന്നും ജമാഅത്ത് ഇസ്ലാമിയുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തിയിട്ടുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ തിരിച്ചടിച്ചു.
വെൽഫെയർ പാർട്ടി നൽകിയത് നിരുപാധിക പിന്തുണയെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും. എന്നെ കാണാൻ അവർ തലയിൽ മുണ്ടിട്ടല്ല വന്നത്, ഒരു രഹസ്യ ചർച്ചയല്ല, അവർ നേരിട്ടാണ് വന്നത്. ഇതിനു മുൻപ് ചർച്ച നടത്തിയിട്ടുണ്ട് പിണറായി വിജയൻ. അവർക്കാരുടെയൊക്കെ പിന്തുണയുണ്ടെന്ന് അവർ ആദ്യം വ്യക്തമാക്കട്ടെ, എന്നിട്ട് UDFന്റെ കാര്യം അന്വേഷിച്ചാൽ പോരെ. നിരുപാധിക പിന്തുണ. ജമാഅത്ത് ഇസ്ലാമി ബന്ധം ചൂണ്ടിക്കാട്ടി മുസ്ലിം ലീഗിനും കോൺഗ്രസിനുമെതിരെ വിമർശനവുമായി AP വിഭാഗം വിദ്യാർത്ഥി സംഘടന SSFന്റെ മുഖവാരിക റിസാലയും രംഗത്തെത്തി. എന്നാൽ വെൽഫെയർ PDP പിന്തുണ ചൂണ്ടിക്കാട്ടി ഇരു മുന്നണികൾക്കുമെതിരെ BJP രംഗത്തെത്തി. രണ്ട് മുന്നണികളും തികഞ്ഞ വർഗീയ കാർഡ് ഇറക്കിയാണ് പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വർഗീയ ശക്തികളുടെ പിന്തുണ തേടി, മതഭീകരവാദ ശക്തികളുടെ പിന്തുണ തേടി തെരഞ്ഞെടുപ്പിൽ ജയിക്കാനുള്ള പരിശ്രമമാണ് LDFും UDFും നടത്തിക്കൊണ്ടിരിക്കുന്നത്. UDF ആഗോള മതഭീകരവാദ സംഘടനയായ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ പരസ്യമായി സ്വീകരിച്ചിരിക്കുക. ഇങ്ങനെ കൊണ്ടും കൊടുത്തും പിന്തുണ ചർച്ച നിലമ്പൂരിൽ കടുക്കുകയാണ്. ടീം 24 നിലമ്പൂർ. അഖില ഭാരത ഹിന്ദു മഹാസഭ LDFന് പിന്തുണ പ്രഖ്യാപിച്ചത് വിജയരാഘവനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമെന്ന അവകാശവാദവുമായി സംഘടന. കഴിഞ്ഞ ദിവസമാണ് വിജയരാഘവനുമായി ചർച്ച നടത്തിയതെന്ന് അഖില ഭാരത ഹിന്ദു മഹാസഭ സംസ്ഥാന പ്രസിഡന്റ് ദത്താത്രേയ സ്വായി സ്വരൂപ്നാഥ് 24നോട് പറഞ്ഞു. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പകർത്തിയ ചിത്രവും 24ന് ലഭിച്ചു. തെരഞ്ഞെടുപ്പ് കാലത്ത് പലരും ഓഫീസിൽ വരും എന്നായിരുന്നു വിജയരാഘവന്റെ മറുപടി. കഴിഞ്ഞ ദിവസമാണ് അഖില ഭാരത ഹിന്ദു മഹാസഭ LDFന് പിന്തുണ പ്രഖ്യാപിച്ചത്. സംഘടനയെക്കുറിച്ച് അറിയുക പോലുമില്ലെന്നായിരുന്നു CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വാദം. എന്നാൽ വിജയരാഘവനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് LDFന് പിന്തുണ പ്രഖ്യാപിച്ചതെന്ന് അഖില ഭാരത ഹിന്ദു മഹാസഭ സംസ്ഥാന പ്രസിഡന്റ് ദത്താത്രേയ സായി സ്വരൂപ്നാഥ് 24നോട് പറഞ്ഞു. നേരത്തെ കോടിയേരി ബാലകൃഷ്ണനായിട്ട് ചർച്ച നടത്തി തന്നെയായിരുന്നു വട്ടിയൂർക്കാവ് മുതൽ ഇങ്ങോട്ട് ഇലക്ഷനിൽ വന്നത്. ഇപ്പോൾ ഇന്നലെ അവിടെ നമ്മുടെ വിജയരാഘവൻ സഹായിട്ട് ചർച്ച നടത്തിയിരുന്നു. കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് തന്നെയായിരുന്നു. അവിടെ ഇന്നലെ പത്രസമ്മേളനം ചെയ്തിരുന്നു. ഒന്നിച്ചു നിൽക്കുന്ന ചിത്രം കൂടി പുറത്തു വന്നതോടെ CPIM നേതാവ് വിജയരാഘവന്റെ പ്രതിരോധം ഇങ്ങനെ. തെരഞ്ഞെടുപ്പ് ഓഫീസിൽ പലരും വരും. അതിപ്പോൾ കാവി എടുത്തവർ വരും, പള്ളിയിലച്ചന്മാർ വരും, മൗലവി വന്നിരുന്ന അവിടെ. അതിങ്ങനെ സാധാരണ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ ആൾക്കാർ വരില്ലേ, അത് വരികയും ഞങ്ങളോട് സംസാരിക്കുകയും ചെയ്യും. അത് ഓഫീസിൽ വരുന്ന ആൾക്കാർ നമ്മൾ പുറത്തിറക്കി വിടാൻ പറ്റില്ല. വിജയരാഘവൻ മണ്ഡലത്തിലുള്ളത് തങ്ങളുടെ ഭൂരിപക്ഷം കൂടാൻ കാരണമാകുമെന്നായിരുന്നു കോൺഗ്രസ് നേതാവ് K മുരളീധരന്റെ പരിഹാസം. ഒരു സംഭവം നടക്കുമ്പോൾ അന്വേഷിക്കേണ്ട ചുമതല ഗവൺമെന്റാണ്, അതല്ലാതെ വിടുവായുത്തം പറയരുത്. പിന്നെ വിജയരാഘവൻ പലതും പറയും. വിജയരാഘവൻ ഈ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ തന്നെ ഉള്ളതാണ് ഞങ്ങളുടെ ഭൂരിപക്ഷം വർദ്ധിക്കാനുള്ള ഏറ്റവും വലിയ സാഹചര്യം ഉണ്ടാക്കുക. അതേ ഇവിടെ തന്നെ ഉണ്ടാവണമെന്നാണ് ഞങ്ങൾക്ക് പറയാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും അഖില ഭാരത ഹിന്ദു മഹാസഭ LDFനെയായിരുന്നു പിന്തുണച്ചത്. 24 തിരുവനന്തപുരം. ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാൻ വിദേശ രാജ്യങ്ങളിൽ പര്യടനം നടത്തിയ സംഘങ്ങളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. പ്രധാനമന്ത്രി പ്രതിനിധി സംഘത്തിലെ അംഗങ്ങളെ അഭിനന്ദനം അറിയിച്ചു. അനൗപചാരിക ചർച്ച എന്ന് ഡോക്ടർ ശശി തരൂർ MP പ്രതികരിച്ചു. താൻ വ്യക്തിപരമായി തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രധാനമന്ത്രിക്ക് നൽകിയെന്നും തരൂർ പറഞ്ഞു. ആദ്യം ആ പ്രതികരണത്തിലേക്ക്. നന്നായിരുന്നു. 10-40 ആൾക്കാരുണ്ടായിരുന്നു. എല്ലാ ഡെലിഗേഷൻ അംഗങ്ങളുണ്ടായിരുന്നു. ഞങ്ങളോടൊക്കെ സംസാരിച്ചു. അങ്ങനെ ഒരു അവസരമായിരുന്നു. പക്ഷേ ഇതൊരു സോഷ്യൽ ഒക്കേഷൻ, ഒരു ഫോർമൽ മീറ്റിംഗ് ആയിട്ട് കാണരുത്. എല്ലാവർക്കും നന്ദി പറയാനാണ് അദ്ദേഹം ഞങ്ങളെ ക്ഷണിച്ചത്. ഞാൻ എൻ്റെ റിപ്പോർട്ടും കൊടുത്തു. എൻ്റെ അറിവിൽ 2-3 ഡെലിഗേഷൻസ് അതുപോലെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെന്ന്. പക്ഷേ അതിനെക്കുറിച്ച് സംസാരിക്കാനൊരു അവസരമായിരുന്നില്ല. അത് അദ്ദേഹം വായിച്ചു നോക്കട്ടെ. എല്ലാവരും അദ്ദേഹത്തോട് പറഞ്ഞത് എല്ലാ രാജ്യത്തിലും ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു ഈ ജനപ്രതിനിധികളെ ഇങ്ങനെ അയക്കുന്നത്. അത് ഇനിയും ഭാവിയിൽ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, സമ്മതിച്ചു. അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. അച്യുതൻ, ഒരു വിജയകരമായ ദൗത്യമെന്ന നിലയിലാണ് പൊതുവെ ഇന്ത്യയിലെ സർവകക്ഷി പ്രതിനിധി സംഘത്തിൻ്റെ വിദേശയാത്രയെ വിലയിരുത്തുന്നത്. പ്രത്യേകിച്ച് രാഷ്ട്രീയമായി വ്യത്യസ്ത കാഴ്ചപ്പാടുള്ള വ്യത്യസ്ത ധ്രുവങ്ങളിലുള്ള നേതാക്കളൊക്കെ രാജ്യത്തിൻ്റെ ഒരു പൊതുവികാരത്തിനൊപ്പം നിന്നു എന്ന് കേന്ദ്ര സർക്കാർ വിലയിരുത്തുന്നുണ്ട്. ഇന്ന് നടന്നത് അനൗപചാരിക ഒരു കൂടിക്കാഴ്ച മാത്രമായിരുന്നു. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? അതിലേതെങ്കിലും സന്ദേശം പ്രധാനമന്ത്രി ഈ MP-മാർക്ക് നൽകിയിട്ടുണ്ടോ? ആ നിലയിൽ എന്തെങ്കിലും ഒരു ഔപചാരിക പ്രതികരണം ഉണ്ടായിട്ടുണ്ടോ? വിജയകുമാർ, ഈ ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട 7 സംഘങ്ങളാണ് ഈ വിദേശ പര്യടനം നടത്തിയത്. അതിൽ ഒടുവിലത്തെ സംഘം, ശശി തരൂർ നയിച്ച സംഘം, ഇന്ന് ഉച്ചയോടുകൂടി മടങ്ങിയെത്തുകയും ചെയ്തു. ആ 7 സംഘ അംഗങ്ങളെയുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിൽ കണ്ടത്. അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ ഇന്ന് 7 മണിയോടുകൂടിയാണ് ആ കൂടിക്കാഴ്ച ആരംഭിച്ചത്. ഇതിന് പിന്നാലെയാണ് ശശി തരൂർ MP ഈ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ മാധ്യമങ്ങളോട് പങ്കുവച്ചത്. അക്കാര്യത്തിൽ വ്യക്തമാക്കിയത് ഇതൊരു ഔപചാരികമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയായിരുന്നില്ല, മറിച്ച് അനൗപചാരികമായുള്ള ഒരു
കൂടിക്കാഴ്ച. അതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാ അംഗങ്ങളോടും സംസാരിക്കുകയും അഭിനന്ദനം അറിയിക്കുകയും ചെയ്തു. കാര്യം ഇന്ത്യയെ സംബന്ധിച്ച് ഒരു മഹത്തായ ദൗത്യമാണ് ഈ സംഘം നിറവേറ്റിയത്. കാരണം ഈ ഭീകരതയ്ക്കെതിരായ സന്ദേശം, അതിൽ എന്താണ് ഇന്ത്യയുടെ നയം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ലോകരാഷ്ട്രങ്ങളെ അറിയിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ദൗത്യം വിജയകരമായിരുന്നു എന്നത് തന്നെയാണ്. എന്തായാലും ഇതിൽ സ്വന്തം നിലയിൽ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് ശശി തരൂർ MP പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കൈമാറുകയുണ്ടായി. മറ്റ് 2-3 സംഘാംഗങ്ങൾ കൂടി അത്തരത്തിലൊരു റിപ്പോർട്ട് കൈമാറി എന്നതാണ് തരൂർ ഇതുമായി ബന്ധപ്പെട്ട് പങ്കുവച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റ് ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊന്നും ചർച്ചയായിട്ടില്ല എന്നതാണ്. ഇതിൽ ഏറ്റവും വലിയ ശ്രദ്ധേയമായ ഒന്ന്, ഈ ജനപ്രതിനിധികളെ ഇത്തരമൊരു ദൗത്യം ഏൽപ്പിച്ചത് ലോകരാഷ്ട്രങ്ങൾ സ്വാഗതം ചെയ്തു. അവർ അതിലൊരു സന്തോഷം പ്രകടിപ്പിച്ചു എന്ന് തരൂർ MP പങ്കുവെക്കുകയുണ്ടായി. തുടർന്നും ഇത്തരം ദൗത്യത്തിൽ ജനപ്രതിനിധികളെ ഉൾപ്പെടുത്തണമെന്നൊരു ആവശ്യം ഈ സംഘങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും അത് പ്രധാനമന്ത്രി സ്വീകരിക്കുകയും ചെയ്തു എന്നും തരൂർ MP പങ്കുവച്ചു. എന്തായാലും ഇത്തരത്തിൽ എല്ലാ സംഘങ്ങളുമായാണ് പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയത്. ഇതിനു മുൻപ് ശരി അച്യുതൻ, എന്തായാലും ഈ വിഷയത്തിൽ ഡോക്ടർ ശശി തരൂർ MP തയ്യാറാക്കിയ റിപ്പോർട്ട് അദ്ദേഹം പ്രധാനമന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട് എന്ന് അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തു. ഈ വിഷയത്തിലെ മറ്റു രാഷ്ട്രീയ വിവാദങ്ങളോട് ഈ ഘട്ടത്തിൽ പ്രതികരിക്കേണ്ടതില്ല എന്നാണ് ഡോക്ടർ ശശി തരൂർ MP നേരത്തെ വ്യക്തമാക്കിയത്. അത് പ്രതികരിക്കേണ്ട സമയം ഇതല്ല എന്ന് തരൂർ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തു. മറ്റു റിപ്പോർട്ടുകളിലേക്ക്. അമേരിക്കയിലെ ന്യൂയോർക്ക് വിമാനത്താവളത്തിൽ ഇന്ത്യൻ വിദ്യാർത്ഥിയെ കൈവിലങ്ങിട്ട് തറയിൽ കിടത്തിയതിൽ വ്യാപക പ്രതിഷേധം. കാഴ്ച വേദനാജനകവും അപമാനകരവുമെന്ന് കോൺഗ്രസ് പ്രതികരിച്ചു. സംഭവത്തിൽ വിശദീകരണവുമായി ഇന്ത്യയിലെ US എംബസി രംഗത്തെത്തി. അനധികൃത കുടിയേറ്റത്തിനെതിരായ നിലപാടിൽ മാറ്റമില്ല എന്നാണ് ഇന്ത്യയിലെ അമേരിക്കൻ എംബസിയുടെ വിശദീകരണം. ഞായറാഴ്ചയാണ് ഇന്ത്യൻ വിദ്യാർത്ഥിയുടെ ദൃശ്യങ്ങൾ സംരംഭകൻ കുനാൽ ജെയിൻ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചത്. അനധികൃതമായി കുടിയേറിയ വിദ്യാർത്ഥിയെ ഡീപ്പോർട്ട് ചെയ്യാനാണ് ന്യൂയോർക്ക് വിമാനത്താവളത്തിൽ എത്തിച്ചത്. അതിനിടയിലാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ക്രൂരത. കൈയും കാലും ബന്ദിയാക്കി മുതുകിൽ കാൽമുട്ട് വെച്ച് നിലത്ത് കിടത്തിയിരിക്കുന്ന രീതിയിലാണ് വിദ്യാർത്ഥിയുള്ളത്. ദൃശ്യങ്ങളിലുള്ള വിദ്യാർത്ഥിയുടെ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. വിദേശകാര്യമന്ത്രി S ജയശങ്കറെ അടക്കം ടാഗ് ചെയ്താണ് കുനാൽ ജെയിൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. വീഡിയോ പ്രചരിച്ചതോടെ വിമർശനവുമായി നിരവധി പേർ രംഗത്തെത്തി. ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് അമേരിക്ക ഇപ്പോൾ നരകമാണെന്ന തരത്തിലാണ് വിദ്യാർത്ഥി സമൂഹത്തിലെ പ്രതികരണം. വിഷയത്തിൽ പ്രധാനമന്ത്രിയുടെ ഇടപെടൽ വേണമെന്ന് കോൺഗ്രസും ആവശ്യപ്പെട്ടു. സംഭവത്തിൽ പ്രാദേശിക ഭരണകൂടവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് ന്യൂയോർക്കിലെ ഇന്ത്യൻ കോൺസുലേറ്റ് പ്രതികരിച്ചു. ഇന്ത്യൻ പൗരന്മാരുടെ ക്ഷേമത്തിനായി കോൺസുലേറ്റ് എപ്പോഴും പ്രതിജ്ഞാബദ്ധമാണെന്നും വിശദീകരിച്ചു. 24 ഡൽഹി. ഓസ്ട്രേലിയയിലെ ഗ്രാസ് നഗരത്തിൽ സെക്കൻഡറി സ്കൂളിലുണ്ടായ വെടിവയ്പിൽ 10 പേർ കൊല്ലപ്പെട്ടു. വെടിയേറ്റവരിൽ അധ്യാപകരും വിദ്യാർത്ഥികളും ഉൾപ്പെടുന്നു. അക്രമി പിന്നീട് സ്വയം വെടിയുതിർത്ത് ജീവനൊടുക്കിയെന്ന് പോലീസ് അറിയിച്ചു. ഓസ്ട്രേലിയയുടെ തെക്കൻ നഗരമായ ഗ്രാസിലെ സ്കൂളിലാണ് രാവിലെ വെടിവയ്പുണ്ടായത്. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വെടിയേറ്റു. 10 പേർ കൊല്ലപ്പെട്ടതായി ഗ്രാസ് മേയർ അറിയിച്ചു. പരിക്കേറ്റ പലരുടെയും നില ഗുരുതരമാണ്. വെടിവയ്പ്പിന് ശേഷം ശുചിമുറിയിൽ ഒളിച്ച അക്രമി ആത്മഹത്യ ചെയ്തു. തോക്കുധാരി സ്വയം വെടിവെക്കുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. തുടർച്ചയായ വെടിവയ്പ് ശബ്ദത്തെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി സ്കൂളിൽ ഉണ്ടായിരുന്നവരെ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റി. തലസ്ഥാനമായ വിയന്നയിൽ നിന്ന് 200 കിലോമീറ്റർ അകലെയുള്ള ഗ്രാസ് രാജ്യത്തെ 2ാമത്തെ വലിയ നഗരമാണ്. വിദ്യാലയങ്ങൾ കൊലക്കളമാകുന്നത് വേദനാജനകമെന്ന് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വാൻഡർ ലൈൻ. ആക്രമണത്തിൽ വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടത് ദേശീയ ദുരന്തമെന്ന് ചാൻസലർ ക്രിസ്ത്യൻ സ്റ്റോക്കർ. ഇന്റർനാഷണൽ ഡെസ്ക് 24. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. വയനാട് കൽപ്പറ്റ ബൈപ്പാസിലെ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ 1.5 വയസ്സുകാരി വന്യമൃഗത്തിന്റെ ആക്രമണത്തിന് ഇരയായി എന്ന് സംശയം. പരിക്കേറ്റ കുട്ടിയെ കൽപ്പറ്റ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. വിനീത്, ദിവ്യാലക്ഷ്മി ദമ്പതികളുടെ മകൾ ശ്രീവേദയ്ക്കാണ് പരിക്കേറ്റത്. ആദ്യം ചില പ്രതികരണങ്ങളിലേക്ക്. ഇവിടെയൊക്കെ സ്കാച്ച് ഉണ്ടായിരുന്നു. പിന്നെ ഡ്രസ്സൊക്കെ കീറിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് അവർ വന്നിട്ട് അവർ നോക്കാം ഞങ്ങൾ നോക്കട്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ പോയിട്ട് അവർ പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല. അപ്പം അതിൻ്റെ തൊട്ടടുത്ത് സ്കൂളുകളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ആർക്കും അങ്ങനെയില്ല. ഇതിനിപ്പോൾ നടപടി എടുത്തിട്ടില്ലെങ്കിൽ ഇനിയിപ്പോൾ അടുത്തൊരു ഇതാർക്കും വരാണ്ട് എനിക്കില്ല. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകും. സുർജിത്ത്, കുട്ടിയുടെ ആരോഗ്യനില എങ്ങനെ? ആദ്യം നമുക്ക് അതിൽ തുടങ്ങാം. വിജയകുമാർ, ആരോഗ്യനിലയിൽ മറ്റു പ്രശ്നങ്ങളില്ല. കുട്ടി നിരീക്ഷണത്തിലാണ്.
പുറത്ത് പോറലേറ്റ ഒരു പാടാണുള്ളത്. വസ്ത്രങ്ങൾ കീറിയ നിലയിലായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. മറ്റ് പ്രശ്നങ്ങളില്ല, കുട്ടി മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ള തരത്തിൽ തന്നെയുള്ള വിവരമാണ്. എന്തായാലും നാളെ ഉച്ചവരെ ഒബ്സർവേഷനിൽ തുടരാനുള്ള ഒരു തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത്. ബൈപ്പാസിനടുത്താണ് വിനീതും ദിവ്യലക്ഷ്മിയും ഇവർ താമസിക്കുന്നത്. 3 കുട്ടികളാണ് ഈ ദമ്പതികൾക്കുള്ളത്. ഇതിൽ ഏറ്റവും താഴെയുള്ള കുട്ടിയാണ് ഈ 1.5 വയസ്സുള്ള ത്രിവേദ എന്ന് പറയുന്ന കുട്ടി. ഈ മൂത്ത 2 കുട്ടികളും സ്കൂളിലേക്ക് പോയതായിരുന്നു. ഇളയ കുട്ടി 1.5 വയസ്സ് പ്രായമുള്ളതിനാൽ അമ്മയ്ക്കൊപ്പം വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. ഈ കുട്ടിയെയും കൊണ്ട് പിതാവ് ഇന്ന് കൂൺ തിരയാൻ വേണ്ടി എലക്ഷൻ എസ്റ്റേറ്റിന്റെ പരിസര ഭാഗത്തേക്ക് എത്തിയതാണ്. ഈ കുട്ടിയെ നിലത്തിരുത്തിയതിനു ശേഷം കൂൺ തിരയുന്നതിനിടയിലാണ് കാണാതായത്. കരച്ചിൽ കേട്ട് നോക്കുമ്പോൾ പൊന്തക്കാട്ടിലായിരുന്നു ഈ കുട്ടി ഉണ്ടായിരുന്നത്. വസ്ത്രം എന്തോ കടിച്ചു കീറിയ നിലയിലാണ്. പുറത്ത് നഖം കൊണ്ട് ഒരു പോറലുമുണ്ട്. മറ്റ് വന്യജീവികളുടെ എല്ലാം തന്നെ സാന്നിധ്യമുള്ള പ്രദേശമാണ് എലക്ഷൻ എസ്റ്റേറ്റ്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമികമായ ചികിത്സ നൽകി. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. പക്ഷേ അവിടെ എവിടെയും പുലിയുടെയോ കരടിയുടെയോ ഉൾപ്പെടെയുള്ള വലിയ വന്യമൃഗങ്ങളുടെ കാൽപ്പാടുകൾ ഒന്നും തന്നെ ഇല്ല. ഒരാഴ്ചയിലേറെയായി അങ്ങനെ ഒരു പരിശോധന കൂടി അവർ നടത്തി. കാരണം ഒരാഴ്ചയിലേറെയായി അത്തരത്തിൽ വന്യമൃഗങ്ങളുടെ സാന്നിധ്യ പ്രദേശത്തൊന്നും ഇല്ല എന്ന സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല തൊട്ടടുത്തൊരു അറവുശാലയുണ്ട്. ഒരു പക്ഷേ ചെറിയ ഏതെങ്കിലും മൃഗം ആക്രമിച്ചതാകാനുള്ള സാധ്യതയാണ് പറയുന്നത്. ഈ ഒരുപക്ഷെ പൂച്ചയോ അല്ലെങ്കിൽ കുരങ്ങോ ചെറിയ നായക്കുട്ടിയോ അങ്ങനെ ഏതെങ്കിലും മൃഗങ്ങൾ ആക്രമിച്ചതാകാനുള്ള സാധ്യത ആണ് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത അറവുശാലയുണ്ട്. അറക്കുന്ന മൃഗങ്ങളെല്ലാം തന്നെ കശാപ്പ് ചെയ്യുന്ന ഒരു പ്രദേശമുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു സാധ്യത കൂടി പറയുന്നുണ്ട്. അങ്ങനെ ആകാം, ഏതെങ്കിലും മൃഗങ്ങളോ മറ്റോ ആക്രമിച്ചതാകാം എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ആളുകളെ സംബന്ധിച്ച് ഒരു ആശങ്ക ഇതുണ്ടായപ്പോൾ ചെറിയൊരു രീതിയിലുള്ള ആശങ്ക ഉണ്ടായിട്ടുണ്ട്. കുട്ടി എന്തായാലും മറ്റ് പ്രശ്നങ്ങൾ കുട്ടിക്കില്ല. മറ്റ് ഗുരുതരമായ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളോ മറ്റും ഒന്നും തന്നെ ഇല്ല. കൽപ്പറ്റ ജനറൽ ആശുപത്രിയിലാണ് കുട്ടി നിലവിലുള്ളത്. യെസ്, കുഞ്ഞിന് മറ്റു കാര്യമായ പ്രശ്നങ്ങളില്ല. വിനീത് ദിവ്യലക്ഷ്മി ദമ്പതികളുടെ മകൾ ശ്രീവേദയ്ക്കാണ് പരിക്കേറ്റത്. കുഞ്ഞ് ആശുപത്രിയിലുണ്ട്. നാളെ ഉച്ചവരെ ആശുപത്രിയിൽ തുടരും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. സുർജിത് അയ്യപ്പത്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ വരുന്ന റിപ്പോർട്ടിലേക്കാണ്. കോഴിക്കോട് നാദാപുരത്ത് 2 പേർക്ക് വെട്ടേറ്റു. ഊരം വീട്ടിൽ നാസർ, സലീം എന്നിവർക്കാണ് വെട്ടേറ്റത്. അയൽവാസി ചിറക്കുനി ബഷീറാണ് ഇവരെ ആക്രമിച്ചത്. വാട്സപ്പ് സന്ദേശത്തെ തുടർന്നുണ്ടായ തർക്കമാണ് അക്രമത്തിൽ കലാശിച്ചത് എന്നാണ് പ്രാഥമിക വിവരം. മിഥില ബാലൻ കോഴിക്കോട്ട് നിന്ന് വിശദാംശങ്ങൾ നൽകും. മിഥില, എന്താണ് സംഭവിച്ചത്? ഈ വെട്ടേറ്റവരുടെ ആരോഗ്യനില എങ്ങനെ? വിജയകുമാർ, രാത്രി 8:35 ഈ ഒരു സംഭവം ഉണ്ടായത്. സഹോദരങ്ങളായ ഊരം വീട്ടിൽ നാസർ, സലീം എന്നിവർക്കാണ് വെട്ടേറ്റത്. അയൽവാസിയായ ചിറക്കുന്നി ബഷീറാണ് ഇരുവരെയും വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. വാട്സപ്പിൽ നാസറിനും സലീമിനുമെതിരെ ബഷീർ മോശം പരാമർശം നടത്തി. അത് ചോദ്യം ചെയ്യാനായി ഈ ബഷീറിന്റെ വീട്ടിലെത്തിയതായിരുന്നു ഇരുവരും. ആ സമയത്ത് വീട്ടിൽ വെച്ചാണ് ഇത്തരത്തിലുള്ള വെട്ടേറ്റത്. നാസറിന്റെ വയറിനും സലീമിന്റെ കൈക്കുമാണ് പരിക്ക്. 2 പേരെയും ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. വീട്ടിലിപ്പോൾ പരിശോധന നടത്തുകയാണ് പോലീസ്. ഇപ്പോൾ നാദാപുരം പോലീസ് ഇപ്പോൾ ആ വീട്ടിലുണ്ട്. അക്രമം നടത്തിയ ബഷീർ ഈ സംഭവത്തിന് ശേഷം അവിടെ നിന്നും രക്ഷപ്പെട്ടിട്ടുണ്ട്. 2 പേരുടെയും പരുക്ക് ഗുരുതരമല്ല എന്നാണ് നിലവിൽ നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. വിജയകുമാർ, ഈ ചിറക്കുനി ബഷീർ എന്ന് പറയുന്ന ഈ വെട്ടിയാൾ ഇപ്പോൾ പോലീസിന് പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. അയാൾ സംഭവത്തിന് ശേഷം അവിടുന്ന് മുങ്ങിയല്ലേ? അതെ, തീർച്ചയായും അങ്ങനെയാണ് പോലീസിൽ നിന്നും നമുക്ക് ലഭ്യമാവുന്ന വിവരം. അക്രമം നടത്തിയതിന് പിന്നാലെ ഇയാൾ സംഭവ സ്ഥലത്ത് നിന്ന് മുങ്ങി എന്ന് തന്നെയാണ് നാദാപുരം പോലീസിൽ നിന്നും ലഭ്യമാവുന്ന വിവരം. പരുക്കേറ്റ 2 പേരെയും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. യെസ്, മിഥില ബാലനാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്. എറണാകുളം ഉദയംപേരൂരിൽ പാസ്റ്റർമാർ സംഘടിപ്പിച്ച പരിപാടിയിൽ പാകിസ്ഥാൻ കൊടി ഉപയോഗിച്ചതിൽ കേസെടുത്തു പോലീസ്. ജീസസ് ജനറേഷൻ എന്ന പ്രാർത്ഥനാ കൂട്ടായ്മ നയിക്കുന്ന ദീപു ജേക്കബിനെതിരെയാണ് കേസെടുത്തത്. BJP എറണാകുളം ജില്ലാ പ്രസിഡന്റ് ശ്രീകുട്ടൻ നൽകിയ പരാതിയിലാണ് നടപടി. YS അഭിനന്ദ് വിവരങ്ങൾ നൽകും. കൊച്ചിയിൽ നിന്ന് അഭിനന്ദ്, എന്താണ് ഈ പരാതി? പോലീസ് ഏതൊക്കെ വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്? വിജയകുമാർ, വിവിധ പാസ്റ്റർ ഓർഗനൈസേഷൻ നേതൃത്വത്തിൽ 40ഓളം പാസ്റ്റർമാർ സംഘടിപ്പിച്ച പരിപാടിയായിരുന്നു കഴിഞ്ഞ ദിവസം ഉദയംപേരൂരിൽ നടന്നത്. ഉദയംപേരൂർ ജീസസ് ജനറേഷൻ ഓഡിറ്റോറിയത്തിലാണ് 40 ദിവസമായി ഇത്തരത്തിലേക്ക് ശുശ്രൂഷ പ്രാർത്ഥനാ ചടങ്ങുകൾ നടന്നുകൊണ്ടിരുന്നത്. സമാധാനത്തിനായി രാജ്യത്തെ എല്ലാ രാജ്യങ്ങളും ചേർന്നുള്ള ഒരു സമാധാനപരമായ അന്തരീക്ഷം മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനാ ചടങ്ങായിരുന്നു അവിടെ ഉണ്ടായിരുന്നതിന്റെ ഭാഗമായിട്ടാണ് അവിടെ പാക് പതാക ഉയർത്തിയെന്ന് ചൂണ്ടിക്കാട്ടി BJP ജില്ലാ പ്രസിഡന്റ് ഒരു പരാതി നൽകുന്നത്.
പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ദീപു ഈ ജീസസ് ജനറേഷൻ ഓഡിറ്റോറിയത്തിന്റെ ഉടമയും ഒപ്പം തന്നെ സംഘാടകനുമായ ദീപു ജേക്കബിനെ പ്രതി ചേർത്ത് ഇപ്പോൾ ഉദയംപേരൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. കലാപാഹ്വാനം ഒപ്പം തന്നെ മതസ്പർദ്ധ വളർത്തിയെന്ന വകുപ്പുകൾ പ്രകാരം BNS 196A പ്രകാരമാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇദ്ദേഹത്തിന്റെ വിശദീകരണം എന്നത് മറ്റ് ഒരു തരത്തിലുള്ള പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി ചെയ്തതല്ല. 20 രാജ്യങ്ങളുടെ പതാക അവിടെ ഉയർത്തിയിരുന്നു, മറ്റ് എല്ലാ രാജ്യങ്ങളുടെ പതാകയും അവിടെ ഉയർത്തിയിരുന്നു എന്നാണ് ഇപ്പോൾ ദീപു ജേക്കബ് നൽകിയ വിശദീകരണം. ഇന്ത്യൻ പതാകയോട് ഇവർ അനാദരവ് കാണിച്ചു എന്നൊരു പരാതി കൂടി ഇപ്പോൾ BJP ജില്ലാ പ്രസിഡന്റ് നൽകിയിട്ടുണ്ട്. ഇന്ത്യൻ പതാക ഈ പരിപാടിക്ക് ശേഷം അവിടെ വലിച്ചെറിഞ്ഞു എന്ന രീതിയിലുള്ള ഒരു പരാതിയും ഇപ്പോൾ നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഇപ്പോൾ ഒളിവിലാണെന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. ഇന്ന് വൈകിട്ടോടുകൂടിയാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. വിജയകുമാർ. ജീസസ് ജനറേഷൻ എന്ന പ്രാർത്ഥനാ കൂട്ടായ്മ അത് നയിക്കുന്നത് ദിബു ജേക്കബാണ്. ദിബു ജേക്കബിനെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. BJP എറണാകുളം ജില്ലാ പ്രസിഡന്റ് നൽകിയ പരാതിയിലാണ് നടപടി. ദിബു ജേക്കബ് ഇപ്പോൾ ഒളിവിലാണ് എന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഗൗരവമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. കേരള തീരത്ത് അപകടത്തിൽപ്പെട്ട സിംഗപ്പൂർ ചരക്ക് കപ്പൽ വാൻഹായ് 503 തീയണയ്ക്കാനുള്ള ശ്രമം ഫലം കാണുന്നു. പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കാനായിട്ടില്ലെങ്കിലും തീ കുറഞ്ഞിട്ടുണ്ട്. കാണാതായ 4 നാവികർക്ക് വേണ്ടി തെരച്ചിൽ തുടരുകയാണ്. ആശ്വാസതീരം തൊട്ടില്ലെങ്കിലും പ്രതീക്ഷ നൽകുന്നതാണ് ഏറ്റവും ഒടുവിൽ കോസ്റ്റ് ഗാർഡ് പങ്കുവച്ച ദൃശ്യങ്ങൾ. കപ്പലിൽ തീ കുറഞ്ഞു, കറുത്ത പുക ഉയരുന്നുണ്ട്. പൂർണ്ണമായി തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള തീവ്രശ്രമം തുടരുകയാണ്. ഇതിനായി 6ഓളം കോസ്റ്റ് ഗാർഡ് വെസൽ അപകടസ്ഥലത്ത് തുടരുന്നുണ്ട്. കപ്പൽ 15 ഡിഗ്രിയോളം ചരിഞ്ഞത് ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പൂർണ്ണമായും കപ്പൽ മുങ്ങാതിരിക്കാനുള്ള നടപടികളാണ് നേവിയും കോസ്റ്റ് ഗാർഡും ചെയ്യുന്നത്. എന്ത് തരത്തിൽ കൊണ്ടാണ് ഈ അപകടം ഉണ്ടായത്? അത് ഹ്യൂമൻ എററാണോ, അല്ല നാച്ചുറൽ കലാമിറ്റി ആണോ, അതല്ലോ ടെക്നിക്കൽ പ്രോബ്ലം ആണോ, എന്ത് തരത്തിലുള്ളതാണെന്ന് അവർ കണ്ടെത്തിയിട്ട് അത്തരം കാര്യങ്ങൾ ആവർത്തിച്ച് ഇത്തരം നഷ്ടം ഉണ്ടാവാതിരിക്കാൻ നടപടികൾ കപ്പൽ കമ്പനികൾ കൈക്കൊള്ളണം. കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ടെത്തിയ നാവികരിൽ 6 പേർ ആശുപത്രിയിൽ തുടരുന്നുണ്ട്. ഇതിൽ 2 പേരുടെ നില ഗുരുതരമാണ്. 24 കൊച്ചി. കത്തുന്ന കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ കടലിൽ പതിച്ചതോടെ തീരദേശത്ത് വീണ്ടും ആശങ്ക. കണ്ടെയ്നറുകൾ തെക്ക് കിഴക്കൻ തീരപ്രദേശങ്ങളിൽ ഒഴുകിയെത്താനാണ് സാധ്യത. ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചാൽ ജാഗ്രതാ നടപടികൾ ആരംഭിക്കുമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കേരള തീരത്ത് 3 ആഴ്ചക്കിടെ 2ാമത്തെ കപ്പൽ അപകടം. രാസവസ്തുക്കൾ അടങ്ങിയ നിരവധി കണ്ടെയ്നറുകളാണ് ഇത്തവണയും കടലിൽ പതിച്ചത്. കടൽ വെള്ളത്തിൽ കലർന്നാൽ ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള രാസവസ്തുക്കളാണ് കണ്ടെയ്നറുകളിൽ ഉള്ളതെന്നാണ് വിവരം. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് അധികൃതർ പറഞ്ഞാലും തീരപ്രദേശത്തുള്ളവർ ഭയപ്പാടിലാണ്. അതിൻ്റെ അകത്ത് അപകടകരമായ രാസവസ്തുക്കൾ ഉണ്ടെങ്കിൽ ജനങ്ങളത് മത്സ്യം ഭക്ഷിക്കുന്ന കാര്യത്തിൽ വളരെ പിറകോട്ട് പോകും. അപ്പോൾ അത് മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക തന്നെയാണ്. ഈ മത്സ്യം വിപണനം നടക്കുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കേണ്ട ഒരു ഇതുണ്ടാവില്ല, സാഹചര്യം ഉണ്ടാവില്ല. ഇപ്പം അത് ഗവൺമെൻറ് അത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്താലേ മത്സ്യം ജനങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യും, അതുപോലെ അവരുടെ ആശങ്ക തീരുകയും ചെയ്യും. കണ്ടെയ്നറുകൾ കടലിൽ നിന്ന് തന്നെ വീണ്ടെടുക്കാനുള്ള ശ്രമം തുടരുന്നു. എന്നാൽ ആ ദൗത്യം അതീവ ദുഷ്കരവുമാണ്. കടലിൽ നിന്ന് വീണ്ടെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ തെക്ക് കിഴക്കൻ മേഖലയിലേക്ക് ഇവ ഒഴുകിയെത്തും. അതായത് എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ കണ്ടെയ്നറുകൾ കരയ്ക്കടിയാനാണ് സാധ്യത. ഇത് തെക്കൻ ജില്ല, പ്രത്യേകിച്ച് മധ്യ കേരളം തെക്കൻ ജില്ല, അതായത് ഇപ്പം പറയുകയാണെങ്കിൽ നമുക്ക് തൃശ്ശൂർ, എറണാകുളം ജില്ലയുടെ തീരപ്രദേശങ്ങളിലേക്ക് ഈ കണ്ടെയ്നറുകൾ എത്തിച്ചേരാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. 24 കണ്ണൂർ. തീയാളുന്ന ചരക്കു കപ്പലിലെ 140 കണ്ടെയ്നറുകളിൽ അപകടകരമായ വസ്തുക്കളുണ്ട്. ഗുരുതര പാരിസ്ഥിതിക ഭീഷണി ഉയർത്തുന്ന രാസവസ്തുക്കളും കീടനാശിനികളും ഉണ്ട് എന്ന് കപ്പലിന്റെ കാർഗോ മാനിഫെസ്റ്റോയിൽ പറയുന്നു. തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾക്ക് വെല്ലുവിളിയാകുന്നത് കണ്ടെയ്നറുകളിലെ തീ പിടിക്കുന്ന രാസവസ്തുക്കൾ തന്നെയാണ്. തീ ആളിപ്പടരുന്ന ചരക്ക് കപ്പലിൽ എന്തൊക്കെ വസ്തുക്കൾ? കപ്പൽ കമ്പനി കസ്റ്റംസിന് നൽകിയ കാർഗോ മാനിഫെസ്റ്റിൽ ഇക്കാര്യം അക്കമിട്ട് പറയുന്നു. 140 കണ്ടെയ്നറുകൾക്കുള്ളിൽ അതീവ ഗുരുതര പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കാവുന്ന രാസവസ്തുക്കളും കീടനാശിനികളും. 20 കണ്ടെയ്നറുകളിൽ 1.83 ലക്ഷം കിലോ ബൈപ്പൈറി ഡീലിയം കീടനാശിനി, 27,786 കിലോഗ്രാം ഈഥൈൽ ക്ലോറോഫോർമേറ്റ്, ഡൈമീഥൈൽ സൾഫേറ്റ്, ഹെക്സാമെത്തലിൻ ഡൈസോ സൈനൈറ്റ് എന്നിവയും കത്തുന്ന കണ്ടെയ്നറുകളിലുണ്ട്.
167 പെട്ടി ലിഥിയം ബാറ്ററി, ബെൻസോഫെനോൺ എന്നിവ വലിയ പാരിസ്ഥിതിക ദുരന്തം ഉണ്ടാക്കാവുന്നവയാണ്. പെയിന്റ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഈഥൈൽ മീഥൈൽ കീറ്റോൺ 40 കണ്ടെയ്നറുകളിലായി കപ്പലുകളിലുണ്ട്. 12 കണ്ടെയ്നറുകളിൽ നാഫ്തലിൻ, പാരാഫോർമാൽ ഡിഹൈഡ് എന്നിവയാണുള്ളത്. ഇതും അപകട ഭീഷണി കൂട്ടുന്നവയാണ്. വായു സമ്പർക്കമുണ്ടായാൽ തീപിടിക്കുന്ന 4000 കിലോ രാസവസ്തുക്കൾ കത്തുന്ന കപ്പലിലുണ്ട്. ഇതെല്ലാം തീയണയ്ക്കാനുള്ള ശ്രമത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. ഇതിനു പുറമെ കപ്പലിനുള്ളിൽ സംഭരിച്ചിരിക്കുന്ന 240 ടൺ ഡീസലും ഇന്ധന ടാങ്കിലുള്ള 2000 ടൺ പെട്രോളും നിലവിലെ സ്ഥിതിയിൽ കൂടുതൽ തീ വ്യാപിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നതായും വിലയിരുത്തലുണ്ട്. എസ് ശ്യാംകുമാർ, 24, കൊച്ചി. ബഹിരാകാശത്തേക്കുള്ള ഇന്ത്യൻ സ്വപ്നത്തിന് ദൂരം കുറയുന്നു. ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി ശുഭാൻഷു ശുക്ല ഉൾപ്പെട്ട ആക്സിയം 4 ദൗത്യം ഇന്ത്യൻ സമയം നാളെ വൈകിട്ട് 5:30-ക്കാണ്. 1984-ൽ രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തേക്ക് പറക്കുന്ന ഇന്ത്യക്കാരനാണ് ശുഭാൻഷു ശുക്ല. നാല് പതിറ്റാണ്ടുകൾക്ക് ശേഷം ബഹിരാകാശത്തെത്തുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനാകാൻ ഒരുങ്ങുകയാണ് ഉത്തർപ്രദേശിലെ ലക്നൗ സ്വദേശിയായ ശുഭാംശു ശുക്ല. നാസ, ISRO, ആക്സിയം സ്പേസ് എന്നിവയുടെ സംയുക്ത ദൗത്യമാണിത്. നാസയുടെ കെനഡി സ്പേസ് സെന്ററിൽ നിന്നാണ് വിക്ഷേപണം. 14 ദിവസം ശുഭാംശു ശുക്ല ബഹിരാകാശ നിലയത്തിലുണ്ടാകും. ഇന്ത്യയുടെ ഗഗൻയാൻ, ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ ദൗത്യങ്ങളിൽ വൈദഗ്ധ്യം നേടാനുള്ള അവസരമായാണ് ISRO ശുഭാംശുവിന്റെ യാത്രയെ കാണുന്നത്. ഗഗൻയാൻ ദൗത്യത്തിനുള്ള പരിശീലനം പൂർത്തിയാക്കാൻ അമേരിക്കയുമായി ധാരണയിലെത്തിയ പ്രകാരമാണ് ഈ ദൗത്യം. ഗഗൻയാൻ യാത്രികരിൽ 4 പേരിൽ ഒരാളാണ് ശുഭാംശു. ഇന്ത്യൻ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റനായ ശുഭാംശുവിനെ 2019-ലാണ് ISRO ബഹിരാകാശ യാത്രാ പരിശീലനത്തിനായി തെരഞ്ഞെടുത്തത്. ഫൈറ്റർ പൈലറ്റായി 2006-ലാണ് ശുഭാംശു ഇന്ത്യൻ വ്യോമസേനയിൽ ചേർന്നത്. മിഗ്, സുഖോയ്, ഡോണിയർ തുടങ്ങിയ വിമാനങ്ങൾ പറത്തുന്നതിൽ വിദഗ്ധൻ. 715 കോടി രൂപയാണ് ശുഭാംശുവിന്റെ യാത്രയ്ക്കായി ഇന്ത്യ ചെലവിടുന്നത്. ന്യൂസ് ഡെസ്ക് 24. ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് ഈ ദൗത്യത്തിന് കാലാവസ്ഥ അനുകൂലമാണ്. 85% കാലാവസ്ഥ അനുകൂലമാണ് എന്നാണ് സ്പേസ് എക്സ് അറിയിച്ചിരിക്കുന്നത്. കാറ്റിൻ്റെ വേഗം ഈ മേഖലയിലെ വിദഗ്ധ സംഘം തുടർച്ചയായി നിരീക്ഷിക്കുന്നുണ്ട്. ഇന്നലെ ഈ ദൗത്യം മാറ്റിയത് ഇവിടുത്തെ കാറ്റ് കുറെ കൂടി ശക്തമായതുകൊണ്ടാണ്. പക്ഷേ നാളെ ആ സാഹചര്യമല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഫ്ലോറിഡ കെന്നഡി സ്പേസ് സെന്ററിലെ ലോഞ്ച് കോംപ്ലക്സ് 39A-യിൽ നിന്ന് വിക്ഷേപണം നാളെ വൈകുന്നേരം ഇന്ത്യൻ സമയം 5:30 തന്നെ നടക്കും. ഇപ്പോഴത്തെ നിലയിൽ ആ ഷെഡ്യൂൾഡ് ടൈമാണ്, അതിന് മാറ്റമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 41 വർഷത്തിന് ശേഷം ഒരു ഇന്ത്യക്കാരൻ ബഹിരാകാശത്തേക്ക് പോകുന്നു എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം പ്രധാനപ്പെട്ട ഒരു നെഞ്ചിടിപ്പോടുകൂടി രാജ്യം കാത്തിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തെത്തുന്ന ഒരു യാത്രക്കാരനാണ്, ഒരു സഞ്ചാരിയാവുകയാണ് ശുഭാൻഷു. ആക്സിയം 4 ദൗത്യത്തിന്റെ പൈലറ്റാണ് അദ്ദേഹം. ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിന്റെ നിർണായക സംഘാംഗമാണ്. ഇന്ത്യൻ വ്യോമസേനയിലെ ഗ്രൂപ്പ് ക്യാപ്റ്റനാണ് ഉത്തർപ്രദേശ് സ്വദേശിയായ ശുഭാൻഷു. മറ്റു റിപ്പോർട്ടുകളിലേക്ക്. സംസ്ഥാനത്ത് കാലവർഷം വീണ്ടും ശക്തമാവുകയാണ്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്നും നാളെയും 9 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് നൽകി. വ്യാഴാഴ്ച മുതൽ വടക്കൻ ജില്ലകളിൽ അതിശക്തമായ മഴ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പ്. കേരളത്തിൽ വീണ്ടും കാലവർഷം സജീവമാകുന്നു. ഇന്ന് നാളെയും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ 9 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്നും നാളെയും യെല്ലോ അലർട്ട്. വടക്ക് പടിഞ്ഞാറൻ കാറ്റ് വ്യാഴാഴ്ച മുതൽ കൂടുതൽ ശക്തമാകാൻ സാധ്യതയുണ്ട്. വ്യാഴാഴ്ച മുതൽ വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശനിയാഴ്ച കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പുമുണ്ട്. വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, അതിനോട് ചേർന്നുള്ള ഒഡീഷ വടക്കൻ തീരം, ഗംഗാതട, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിൽ മുകളിലായി ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നു. ശനിയാഴ്ച കേരളത്തിന് മുകളിൽ മണിക്കൂറിൽ പരമാവധി 50 മുതൽ 60 കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് ശക്തമാകുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. 24 തിരുവനന്തപുരം. രാജ്ഭവനിലെ കാവിക്കൊടി ഏന്തിയ ഭാരതാംബ വിവാദത്തിൽ ഗവർണർക്കെതിരെ പ്രതിഷേധം ശക്തമാക്കുന്നതിനിടെ CPI വെട്ടിലാക്കി മറ്റൊരു ഭാരതാംബ വിവാദം. കോട്ടയം മണ്ഡലം കൺവെൻഷന്റെ ഭാഗമായി ഇറക്കിയ പോസ്റ്ററാണ് പുതിയ വിവാദത്തിന് തിരികൊളുത്തിയത്. ദേശീയ പതാക പിടിച്ചു നിൽക്കുന്ന ഭാരതാംബയുടെ പോസ്റ്റർ പാർട്ടി ഗ്രൂപ്പിൽ വന്നതിന് പിന്നാലെ നേതൃത്വം ഇടപെട്ട് അത് പിൻവലിച്ചു.
CPIയുടെ കോട്ടയം മണ്ഡലം സമ്മേളനത്തിന്റെ പോസ്റ്ററിലാണ് ദേശീയ പതാക പിടിച്ച ഭാരതാംബയുടെ ചിത്രം വന്നത്. പാർട്ടിയുടെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പിൽ പ്രവർത്തകരിൽ ഒരാളാണ് ഇത് പങ്കുവച്ചത്. എന്നാൽ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടതിന് തൊട്ടു പിന്നാലെ നേതൃത്വം ഇടപെട്ട് ഇത് പിൻവലിച്ചു. ഔദ്യോഗിക ഗ്രൂപ്പിൽ നിന്ന് തന്നെ പോസ്റ്റർ പുറത്തായതോടെ വിവാദമായി. പിന്നാലെ ജില്ലാ സെക്രട്ടറി തന്നെ വിശദീകരണവുമായി എത്തി. ഔദ്യോഗികമായി തയ്യാറാക്കിയ പോസ്റ്റർ അല്ലെന്നാണ് വിശദീകരണം. പാർട്ടി പരിപാടികളിൽ ദേശീയ പതാക ഉപയോഗിക്കാറില്ല എന്നും ജില്ലാ സെക്രട്ടറി VB ബിനു വിശദീകരിച്ചു. പാർട്ടി സമ്മേളനത്തിൽ നമ്മൾ ദേശീയ പതാക ഉൾപ്പെടെയുള്ള ഒരു ചിഹ്നവും നമ്മുടെ പ്രചരണത്തിന് ഉപയോഗിക്കേണ്ടതില്ല എന്നുള്ളതുകൊണ്ട് അപ്പോൾ തന്നെ അത് വിഡ്രോ ചെയ്യാൻ പറഞ്ഞു. അതൊരു വിവാദത്തിന്റെ വിഷയമില്ല. പാർട്ടി തീരുമാനിച്ച് നടപ്പിലാക്കിയതല്ല, പബ്ലിഷ് ചെയ്തിട്ടില്ല. അത് പാർട്ടിയുടെ തന്നെ ഉള്ളിലുള്ള ഒരു ഗ്രൂപ്പിനകത്ത് വന്നത് ഞാൻ നിഷേധിച്ചു. ഇല്ല, നടപടിയൊന്നും വിഷയമില്ല, ഒരു അനാവശ്യ വിവാദമാണ് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. പോസ്റ്റർ പുറത്തു വന്നതിന് പിന്നാലെ CPI ജില്ലാ സെക്രട്ടറിയെ BJPയിലേക്ക് ക്ഷണിച്ച് BJP മധ്യമേഖലാ പ്രസിഡന്റ് N ഹരിയും രംഗത്ത് വന്നു. അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലാത്ത സംഘടനയായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ഈ കാര്യത്തിൽ തിരിച്ചറിവ് വേണം. അല്ലാതെ നിങ്ങൾ ആരെങ്കിലും മിരട്ടലിന് മുമ്പിൽ വിലപേശരുത്. നിങ്ങളെ എല്ലാവരെയും ദേശീയതയിലേക്ക് സ്വാഗതം ചെയ്യാൻ ഈ സമയം ഞാൻ ഉപയോഗിക്കുക. രാജ്ഭവനിലെ ഭാരതാംബ ചിത്ര വിവാദത്തിന് പിന്നാലെയാണ് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. അതുകൊണ്ട് തന്നെ പാർട്ടിയെ ഇത് പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. ഈ മാസം 13 മുതൽ 15 വരെ നടക്കുന്ന കോട്ടയം സമ്മേളനത്തിൽ വിഷയം ചർച്ചയാകുമെന്ന് ഉറപ്പാണ്. 24 കോട്ടയം. രാജ്ഭവനിലെ പരിപാടികളിൽ ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിലെ പുഷ്പാർച്ചന നിർബന്ധമാക്കിയതിനെതിരെ AIYF രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തി. ബാരിക്കേഡ് തള്ളി നീക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകർ പിരിഞ്ഞു പോകാത്ത സാഹചര്യത്തിൽ മാർച്ച് സംഘർഷത്തിൽ കലാശിക്കുകയും ചെയ്തു. സ്ഥാപനത്തിലെ സാമ്പത്തിക തിരിമറി കേസിൽ പോലീസ് അന്വേഷണം ശരിയായ ദിശയിലെന്ന നടൻ G കൃഷ്ണകുമാറും കുടുംബവും. പരാതിക്കാർ ദിയ കൃഷ്ണയുടെ അക്കൗണ്ടിൽ നിന്ന് സ്വന്തം അക്കൗണ്ടിലേക്ക് പണം മാറ്റിയെന്ന തെളിവുകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഈ പ്രതികരണം. ആരോപണത്തിന് പിന്നിൽ സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ ഉള്ളവർ ഉണ്ടോ എന്ന സംശയവും കൃഷ്ണകുമാർ ഉന്നയിച്ചു. കേസിൽ ഇരുവിഭാഗവും മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. G കൃഷ്ണകുമാറും മകൾ ദിയ കൃഷ്ണയും തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ബലാത്സംഗം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നുമായിരുന്നു കേസ്. ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ ജീവനക്കാരികൾ സാമ്പത്തിക തിരിമറി നടത്തിയെന്നായിരുന്നു കൗണ്ടർ കേസ്. ഈ കേസ് ശരിയെന്നാണ് സാമ്പത്തിക ഇടപാട് രേഖകൾ സൂചിപ്പിക്കുന്നത്. തെളിവുകൾ പുറത്തു വന്നതോടെ അന്വേഷണം ശരിയായ ദിശയിലെന്ന് ദിയ കൃഷ്ണ 24നോട്. ഞാൻ ഈ ചിരിച്ചിവിടെ ഇരിക്കുന്നത് തന്നെ എല്ലാ പോലീസിന്റെ കാര്യത്തിലായാലും മീഡിയയുടെ കാര്യത്തിലായാലും എല്ലാവരും കൃത്യമായി സത്യത്തിനോടൊപ്പം തന്നെയാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്, അതെൻ്റെ ഫാമിലിക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ ഇത്രയും സന്തോഷവും ഹെൽത്തി ആയിട്ട് ഇവിടെ ഇരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ തങ്ങൾക്കെതിരെ പോലീസ് നീങ്ങിയതിൽ തെറ്റു പറയാനാകില്ലെന്ന് G കൃഷ്ണകുമാർ. മേ ബി അവരുടെ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ ന്യായം കാണുമായിരിക്കും. കാരണം ഈ ഞങ്ങൾ കൊടുത്തത് ഒരു സാമ്പത്തിക കേസും അവർ കൊടുത്തത് ഈ ബലാത്സംഗവും തട്ടിക്കൊണ്ടുപോലൊക്കെയാണ്. അതുകൊണ്ട് ചിലപ്പോൾ അന്നേരം അവർക്ക് അങ്ങനെ തോന്നിക്കാണ് ആദ്യം അവരുടെ കേസ് അന്വേഷിക്കാൻ. ആരോപണങ്ങൾക്ക് പിന്നിൽ സ്വന്തം പാർട്ടിയിൽ നിന്നുള്ളവർ ഉണ്ടോ എന്ന സംശയവും G കൃഷ്ണകുമാർ 24നോട് പങ്കുവച്ചു. ഈ കുട്ടികളാണോ അവരുടെ പിന്നിൽ വല്ല രാഷ്ട്രീയ താല്പര്യമുള്ളവരുണ്ടോ നമുക്കറിയത്തില്ല. ഇനി ഞങ്ങളങ്ങനെ ഇലക്ഷന് വരുമോ, ഇന്നടത്തങ്ങനെ വരാൻ സാധ്യതയുണ്ടോ, തടയണോ, ഇതൊക്കെ പലതരത്തിൽ ചിന്ത വരും. അപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടി എന്നൊന്നും പറയുന്നില്ല, ആരുമാവാം. കാരണം എല്ലാ പാർട്ടികൾക്കകത്തും പലതരം മത്സരങ്ങൾ നടക്കുന്നത്. കേസിൽ ഇരുവിഭാഗവും മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം. മേഘാലയ ഹണിമൂൺ കൊലപാതകത്തിൽ ഭർത്താവിനെ കൊലപ്പെടുത്താൻ ആൺസുഹൃത്തുമായി പ്രതി സോനം രഘുവൻഷി നടത്തിയ ഗൂഢാലോചനയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത്. വിവാഹത്തിന് 3-ാം നാൾ മുതൽ ആസൂത്രണം തുടങ്ങി. ഹണിമൂണിന് പോകുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് സോനവും പ്രതിയും സുഹൃത്തുമായ രാജ് കുശ്വാഹയുമായി ഫോണിൽ സംസാരിച്ചെന്നും പോലീസ് കണ്ടെത്തി. ഭർത്താവ് അടുത്തിടപഴകുന്നത് ഇഷ്ടപ്പെടുന്നില്ലെന്നും കൊല്ലണമെന്നും വ്യക്തമാക്കുന്ന വാട്സാപ്പ് ചാറ്റുകളാണ് പോലീസ് വീണ്ടെടുത്തത്. മെയ് 16 രാത്രി 9 മണി മുതൽ അതിരാവിലെ 3 മണി വരെ 6 മണിക്കൂർ ഇരുവരും സംസാരിച്ചു. ഇതാണ് കേസിൽ നിർണായകമായത്. അസം, മേഘാലയ എന്നീ സ്ഥലത്തേക്ക് യാത്ര ചെയ്യാനുള്ള ടിക്കറ്റുകൾ പിറ്റേന്നു തന്നെ സോനം ബുക്ക് ചെയ്തു. എന്നാൽ മടക്കയാത്രയ്ക്കുള്ള ടിക്കറ്റ് എടുത്തിരുന്നില്ല. പെട്ടെന്നുള്ള ഹണിമൂണിന് ഭർത്താവ് രാജയ്ക്ക് താല്പര്യമില്ലായിരുന്നു. സോനത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് യാത്രയ്ക്ക് സമ്മതിച്ചത്. ആഭരണങ്ങൾ അണിയണമെന്ന ഭാര്യയുടെ ആവശ്യവും രാജ രഘുവംശി സമ്മതിച്ചു. യാത്രയുടെ കൃത്യമായ വിവരങ്ങൾ ലൊക്കേഷൻ സഹിതം രാജ് കുശ്വാഹയ്ക്ക് സോനം നൽകിക്കൊണ്ടിരുന്നു. മേഘാലയയിൽ ദമ്പതികൾ എത്തിയതിന് പിന്നാലെ ആൺ സുഹൃത്തും മറ്റു 3 പേരും ഗുവാഹത്തിയിലെത്തി. അവിടെ നിന്ന് ആയുധം വാങ്ങി മേഘാലയയിലും. ട്രക്കിംഗ് നടത്താൻ പോകുന്ന വിവരം സോനം കൊലയാളി സംഘത്തെ അറിയിച്ചു. സ്ഥലത്തെത്തിയ സംഘം ഭർത്താവായ രാജ രഘുവംശിയെ കൊലപ്പെടുത്തിയ ശേഷം കാട്ടിൽ ഉപേക്ഷിക്കുന്നത് സോനം നോക്കി നിന്നു.
കൊലയ്ക്ക് ശേഷം രാജ മരിച്ചില്ലെന്ന് വരുത്തി തീർക്കാൻ ഭർത്താവിന്റെ ഫോണിൽ നിന്നും പോസ്റ്റുമിട്ടു. എന്നാൽ കൊലപാതകം നടന്ന സ്ഥലത്തിന് സമീപം കൊലയാളികൾക്ക് പിന്നിൽ സോനം നടക്കുന്നത് കണ്ടതായി ഒരു പ്രാദേശിക ഗൈഡ് പോലീസിന് മൊഴി നൽകിയത് വഴിത്തിരിവായി. അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് സോനത്തിന്റെ വീട്ടിലെത്തിയപ്പോഴും രാജ് കുശ്വാഹ അവിടെയുണ്ടായിരുന്നു. രാജ രഘുവംശിയുടെ മരണാനന്തര ചടങ്ങുകളിലും പ്രതി പങ്കെടുത്തു. ഇതിലൂടെ പോലീസ് തന്നിലേക്ക് എത്തില്ലെന്ന് രാജ് കണക്കുകൂട്ടി. എന്നാൽ സോനത്തിന്റെ ഫോൺ വിവരങ്ങൾ കുരുക്കായി. കസ്റ്റഡിയിലുള്ള പ്രതികളെ പോലീസ് ഇൻഡോറിലെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. സോനത്തെ തെളിവെടുപ്പിനായി മേഘാലയയിലേക്ക് കൊണ്ടുപോയി. സോനത്തിന്റെ സഹോദരന്റെ സ്ഥാപനത്തിലെ വിശ്വസ്തനായ ജീവനക്കാരനാണ് രാജ കുശ്വാഹ. 24 ഡൽഹി. കോഴിക്കോട് കൊടുവള്ളിയിൽ പോലീസ് സ്റ്റേഷനുള്ളിൽ സിഐയുടെ പിറന്നാൾ കേക്ക് മുറിച്ച് ആഘോഷിച്ച് യൂത്ത് കോൺഗ്രസ് യൂത്ത് ലീഗ് പ്രവർത്തകരുടെ നടപടി വിവാദത്തിൽ. സ്റ്റേഷനിലെ കേക്ക് മുറിയുടെ ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെ സിഐ കെ പി അഭിലാഷിനെതിരെ റൂറൽ SP ഉത്തരമേഖല IG-ക്ക് റിപ്പോർട്ട് നൽകി. നമ്മൾ ആ റിപ്പോർട്ടിലേക്ക് വരും. അതിനു മുമ്പ് മറ്റൊരു പ്രധാന വാർത്തയിലേക്ക്. 24 ബിഗ് ഇമ്പാക്ട്. കേരളത്തിലെ രാസലഹരി കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള 24 റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തര യോഗം വിളിച്ചു മുഖ്യമന്ത്രി. ഈ മാസം 23-ന് രാവിലെ 11:30-ക്കാണ് യോഗം. മുഖ്യമന്ത്രി, ചീഫ് സെക്രട്ടറി, സംസ്ഥാന പോലീസ് മേധാവി, എക്സൈസ് കമ്മീഷണർ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. ലഹരിക്കും അക്രമത്തിനുമെതിരെ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നടത്തിയ കേരള യാത്രയിൽ കണ്ടെത്തിയ വിവരങ്ങളാണ് സമഗ്ര റിപ്പോർട്ടായി മുഖ്യമന്ത്രിക്ക് കൈമാറിയത്. അരുത് അക്രമം, അരുത് ലഹരി, അരുതരുതരുത വിവേകം. അരുത് അക്രമം, അരുത് ലഹരി, അണിചേരുക നാം ഒന്നായി. അരുത് ലഹരി, അരുതക്രമം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് മാധ്യമ ജീവിതത്തിന്റെ 40-ാം വർഷം ആഘോഷങ്ങൾ മാറ്റിവെച്ച് 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ ജനകീയ യാത്ര നടത്തിയത്. ലഹരി കേന്ദ്രങ്ങളെയും ലഹരി തകർത്ത ജീവിതങ്ങളെയും തുറന്നുകാട്ടി യാത്രയിൽ 10,000-ങ്ങളാണ് നേരിട്ട് പങ്കെടുത്തത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 1 മാസം നീണ്ട യാത്രയിൽ നിന്ന് ലഭിച്ച വിവരങ്ങളാണ് മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ടായി SKN-ഉം 24 ടീമും നൽകിയത്. സമർപ്പിച്ച റിപ്പോർട്ട് പരിഗണിച്ച മുഖ്യമന്ത്രി വിവരങ്ങൾ ഗൗരവമുള്ളതെന്ന് വിലയിരുത്തുകയായിരുന്നു. തുടർന്നാണ് ചീഫ് സെക്രട്ടറിയും സംസ്ഥാന പോലീസ് മേധാവിയും എക്സൈസ് കമ്മീഷണറും ഉൾപ്പെടെയുള്ളവരുടെ ഉന്നതതല യോഗം മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തത്. ഈ മാസം 23 നടക്കുന്ന ഉന്നതതല യോഗത്തിൽ 24 റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കേണ്ട നടപടികൾക്ക് മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകും. വിഷയത്തിൽ ഉന്നതതല യോഗം വിളിച്ചു ചേർത്ത മുഖ്യമന്ത്രിയെ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ അഭിനന്ദിച്ചു. മുഖ്യമന്ത്രി ധീരമായ നിലപാടുകളോട് മുന്നോട്ട് പോകട്ടെ. പ്രതിപക്ഷം കലവറയില്ലാത്ത പിന്തുണ അദ്ദേഹത്തിന് നൽകട്ടെ. അതുപോലെ പൊതുപ്രവർത്തകരും ജനങ്ങളും അധ്യാപക രക്ഷകർത്താ സമിതികളും വിദ്യാലയ സംരക്ഷണ സമിതികളും ഒക്കെ തന്നെ മുഖ്യമന്ത്രിയുടെ കരങ്ങൾക്ക് ശക്തി പകരട്ടെ ഈ കാര്യത്തിൽ എന്നാണ് നമുക്ക് പറയാനുള്ളത്. മയക്കുമരുന്ന് ലോബികളെ കേരളത്തിൽ നിന്ന് എന്നേക്കുമായി ആട്ടി ഓടിക്കാനുള്ള മുഖ്യമന്ത്രിയുടെ തീരുമാനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു. സംസ്ഥാനത്തെ ലഹരി കേന്ദ്രങ്ങളെക്കുറിച്ചും വിൽപ്പന വിതരണ രീതിയെക്കുറിച്ചും പ്രതിപാദിക്കുന്ന റിപ്പോർട്ട് ലഹരി വിരുദ്ധ പോരാട്ടങ്ങൾക്ക് സർക്കാരിന് സഹായകരമാകുമെന്നാണ് മുഖ്യമന്ത്രിയുടെ വിലയിരുത്തൽ. ആർ അരുൺ രാജ്, 24 കൊല്ലം. തിരുവനന്തപുരം വെമ്പായത്ത് നിന്ന് കാണാതായ 16-കാരന്റെ മരണത്തിൽ ദുരൂഹത തുടരുന്നു. മരിച്ച അഭിജിത്തിന്റെ സുഹൃത്തുക്കളെ ചോദ്യം ചെയ്യും. പരാതി നൽകിയിട്ടും പോലീസ് അന്വേഷിച്ചില്ലെന്ന് അഭിജിത്തിന്റെ കുടുംബം ആരോപിച്ചു. മാർച്ച് 3-ന് സുഹൃത്തിനൊപ്പം വെമ്പായം തേക്കടയിലെ വീട്ടിൽ നിന്ന് പോയ അഭിജിത്തിന്റെ പിന്നീട് കാണാതായി. 16-ാം തീയതി കുടുംബം വട്ടപ്പാറ പോലീസിൽ പരാതി നൽകി. മാർച്ച് 5-ാം തീയതി പേട്ട പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അഭിജിത്ത് തീവണ്ടി തട്ടി മരിച്ചെന്നും അജ്ഞാത മൃതദേഹമായി സംസ്കരിച്ചെന്നും ഇന്നലെയാണ് കുടുംബത്തിന് വിവരം ലഭിച്ചത്. മാർച്ച് 16-ാം തീയതി കേസ് എടുത്തത്. മാർച്ച് 5-ാം തീയതി ട്രെയിൻ തട്ടി മരിക്കുന്നത്. അപ്പോൾ നമ്മൾ കേസ് കൊടുക്കുന്ന സമയത്ത് പയ്യൻ മെഡിക്കൽ മോശം നമ്മളെ അറിയിച്ചില്ല ഒരു കാര്യം. ആരോ ഈ പോലീസ് ഇതെന്താന്ന് നമുക്ക് അറിയണം. ഇത് കൊന്നിട്ടതാണ്. മിസ്സിംഗ് കേസെടുത്ത വട്ടപ്പാറ പോലീസോ തീവണ്ടി തട്ടി മരിച്ച കേസെടുത്ത പേട്ട പോലീസോ അന്വേഷണം നടത്തിയില്ലെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. അഭിജിത്തിന്റെ മരണം നേരത്തെ അറിഞ്ഞിട്ടും സുഹൃത്തുക്കൾ മറച്ചുവെച്ചെന്നും പരാതിയുണ്ട്. ട്രെയിൻ തട്ടിയാലും ഇത്ര ഇതിൽ അവൻ എന്തായാലും ട്രെയിൻ തട്ടിയാൽ ഒരു പോലും കിട്ടൂല ബോഡി. ഇത് വേറെന്തോ സംഭവിച്ചതാണ്. മോന് എന്തോ സംഭവിച്ചു. മലയാളിയല്ലെന്ന് കരുതി സ്വന്തം നിലയിൽ സംസ്കരിച്ചെന്ന് പേട്ട പോലീസ് പറഞ്ഞതായി കുടുംബം ആരോപിക്കുന്നു. സിയുടെയൊക്കെ പെരുമാറ്റം വളരെ മോശമായിരുന്നു. സിയോട് നമ്മൾ പറഞ്ഞത് ബംഗാളിയാണെന്ന് തോന്നിയിട്ടാണ് ഒന്നും ചെയ്യാത്തതെന്ന് പറഞ്ഞു. ബംഗാളി മനുഷ്യന്മാരാണെന്നുള്ളതാണ് എനിക്ക് എല്ലാവരോടും ഇപ്പം പറയാനുള്ളത്. പിന്നെ ഇവിടെ നിന്ന് പോയവരെയൊക്കെ സി ഷൗട്ട് ചെയ്ത് ഇറക്കിയായിരുന്നു പുറത്ത്. പരാതി കൊടുത്തതൊക്കെ വട്ടപ്പാറയാണ്. കുടുംബത്തിന്റെ ആരോപണങ്ങളിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു.
24 തിരുവനന്തപുരം. ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ 16ാം റൗണ്ട് പോരാട്ടത്തിന് അർജന്റീനയും ബ്രസീലും കളത്തിലേക്ക്. ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 5:30 നടക്കുന്ന മത്സരത്തിൽ കൊളംബിയയാണ് അർജന്റീനയുടെ എതിരാളികൾ. ബ്രസീൽ രാവിലെ 6:15 പരാഗ്വേയെ നേരിടും. 2026 ലോകകപ്പിന് 4 മത്സരങ്ങൾ ബാക്കി നിൽക്കെ യോഗ്യത നേടിയ ലോക ചാമ്പ്യന്മാരായ അർജന്റീന കഴിഞ്ഞ കളിയിൽ ചിലയെ ഒറ്റ ഗോളിന് തോൽപ്പിച്ച് ലാറ്റിൻ അമേരിക്കൻ മേഖലയിൽ 1ാം സ്ഥാനവും ഉറപ്പിച്ചു കഴിഞ്ഞു. 15 കളിയിൽ 11 ജയം ഉൾപ്പെടെ 34 പോയിന്റുള്ള അർജന്റീനയ്ക്ക് 2ാം സ്ഥാനത്തുള്ള ഇക്വഡോറിനേക്കാൾ 10 പോയിന്റ് കൂടുതൽ. 19 ഗോളിന്റെ വൻ ഗോൾ ഡിഫറൻസും ആൽബി സെലസ്റ്റകൾക്ക് സ്വന്തം. ശേഷിക്കുന്ന മത്സരങ്ങൾ പരീക്ഷണങ്ങൾ നടത്താൻ തുനിയുന്ന ലിയോണൽ സ്കലോണിക്ക് മുന്നിൽ ഇനി കൊളംബിയൻ കടമ്പ. കഴിഞ്ഞ മത്സരത്തിൽ 2ാം പകുതിയിലിറങ്ങിയ നായകൻ ലിയോണൽ മെസ്സിയെ ഇന്ന് തുടക്കം മുതൽ കാണാനാവും ആരാധകർക്ക്. സസ്പെൻഷൻ കഴിഞ്ഞ നിക്കോളാസ് ഒട്ടാമെന്റിയും എൻസോ ഫെർണാണ്ടസും തിരിച്ചെത്തുന്നതും ചാമ്പ്യന്മാരെ കൂടുതൽ കരുത്തരാക്കും. കാർലോ ആഞ്ചലോട്ടി പരിശീലകനായി എത്തിയിട്ടും കാലക്കേട് മാറാത്ത ബ്രസീലിന് ഇനി പരാഗ്വെ പരീക്ഷണം. 15 കളിയിൽ 22 പോയിന്റ് മാത്രമുള്ള ബ്രസീലിന് ലോകകപ്പ് യോഗ്യതാ പ്രതീക്ഷ നിലനിർത്താൻ ജയം അനിവാര്യം. ക്ലബ് ഫുട്ബോളിൽ ഗോളടിച്ച് തകർക്കുന്ന വിനീഷ്യസ് ജൂനിയറും റഫീനിയുമെല്ലാം ദേശീയ കുപ്പായത്തിൽ നിറയൊഴിക്കാത്തതിൽ ഉയരുന്ന വിമർശനങ്ങളും പരിഹാസങ്ങളുമെല്ലാം കുറച്ചൊന്നുമല്ല. പരാഗ്വയ്ക്കെതിരെ ഇതിന് പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ബ്രസീൽ ആരാധകർ. സ്പോർട്സ് ഡെസ്ക് 24. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം.